എല്ലാവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന പേരിൽ ഞാൻ 2 എപ്പിസോഡായിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് കണ്ട് ഭംഗിയായി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 2020 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ, 6 മാർക്സ് ക്വസ്റ്റ്യൻ. അങ്ങനെ തന്നെയാണ് മിക്കവാറും ഈ വർഷവും എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യത. ഓക്കെ, കൺസിഡർ ദ ടേബിൾ. Classes 30 to 40, 40 to 50, 50 to 60, up to 90 to 100. Corresponding frequencies തന്നിട്ടുണ്ട് 3, 7, 12, etc. up to 2. Find mean, variance, standard deviation and coefficient of variation. മിക്കവാറും എല്ലാ സംഗതികളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സംഗതികളും ഒരൊറ്റ പ്രോബ്ലത്തിനകത്ത് വന്നിട്ടുണ്ട്. 6 മാർക്കിനാണ് ഈ പ്രോബ്ലം ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് എന്താണ് മീൻ. മീൻ കാണുന്ന ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു എന്താണ്, സിഗ്മ എഫ് എക്സ് ബൈ എന്താണ്, ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ദ ഫ്രീക്വൻസീസ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ വരച്ചാൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേഷൻ നടക്കും. സോ ടേബിൾ, ഫസ്റ്റ് കോളത്തിനകത്ത് ക്ലാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെയാണ്. സെക്കൻഡ് കോളത്തിനകത്ത് ഫ്രീക്വൻസീസ്, ഷോർട്ട് ഫോം എഫ് എന്ന് കൊടുക്കുന്നു. ആ ഫ്രീക്വൻസീസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് മിഡ് വാല്യൂ. എന്താണ് മിഡ് വാല്യൂ, എക്സ് വാല്യൂ. വളരെ സിമ്പിൾ ആണ്. ഈ ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ ആഡ് ചെയ്യുക, then dividing by 2. 30 + 40 എന്താണ് 70. 70യുടെ പകുതി 35 കഴിഞ്ഞു. അതേപോലെ 40 + 50 90. 90യുടെ പകുതി 45 അല്ലേ. ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്, 10 ആണ്. അപ്പൊ 10 ആഡ് ചെയ്ത് പോയാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്തായിരിക്കും 65, നെക്സ്റ്റ് എന്തായിരിക്കും 75. നോക്കി നോക്ക്, 70ഉം 80ഉം കൂട്ടിയാൽ 150. അതിന്റെ പകുതി അല്ലേ 75 ആണ്. നെക്സ്റ്റ് 85, നെക്സ്റ്റ് 95, നെക്സ്റ്റ് 1, നെക്സ്റ്റ് ഒന്നും ഇല്ല, കഴിഞ്ഞു അല്ലേ. ഓക്കെ ശരി, 95 ഇത്രയേ ഉള്ളൂ. സോ എന്ത് കിട്ടി, മിഡ് വാല്യൂസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ്. ഒരു സംഗതി കൂടെ ഞാൻ കണ്ടുപിടിച്ച് വെക്കുന്നു. ഈ എഫ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 10, 22, 27, 37, 40, 48, 50, 50 എന്ന് കിട്ടും. അതായത് സം ഓഫ് ഫ്രീക്വൻസീസ് സിഗ്മ എഫ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എന്ത് കിട്ടി, 50. ഡിനോമിനേറ്റർ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സം എന്നാണ് എഫ് ഇൻറ്റു എക്സിന്റെ സം. അപ്പൊ എഫ് എക്സ് കാണുക. നെക്സ്റ്റ് ടേബിൾ എന്ത് കാണുക, എഫ് ഇൻറ്റു എക്സ്. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 35 × 3, 35ന്റെ ഇരട്ടി 70, 70 35 കൂട്ടിയാൽ 105. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, കാൽക്കുലേറ്റർ അടിക്കൂ, കാൽക്കുലേറ്റർ എടുക്കൂ, ചുമ്മാ അടിക്കൂ. 7 × 45 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 12 × 55 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 15 × 65 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 8 × 75 എഴുതുക. 3 × 85 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 2 × 95 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദെൻ ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ എല്ലാ ടേമും കൂടെ ആഡ് ചെയ്ത് ഈ ബോക്സിനകത്ത് എഴുതുക. ആ കിട്ടുന്നതാണ് എന്ത്, സിഗ്മ എഫ് എക്സ്. പിന്നെ നേരെ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മീൻ കിട്ടും. ശരിയല്ലേ. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അപ്പോൾ ഈ കോളം കിട്ടി. ഈ കോളത്തിലെ ഇത് മുതൽ ഇതുവരെയുള്ള വാല്യൂസ് എല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 3100 എന്ന് പറഞ്ഞാൽ എഫ് എക്സിന്റെ സം സിഗ്മ എഫ് എക്സ്. അതാണ് എനിക്ക് എന്ത് കിട്ടിയത്, 3100. ഇനി ഫസ്റ്റ് പാർട്ടിന്റെ ആൻസറിലേക്ക് എത്താം. എക്സ് ബാർ ഈക്വൽ ടു എന്താണ് ഫോർമുല, സിഗ്മ എഫ് എക്സ്. എഫ് എക്സിന്റെ സം എന്താണ് 3100 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ, ദാറ്റ് ഈസ് 50 അല്ലേ. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 62 എന്ന് കിട്ടും. സോ മീൻ ഓഫ് ദിസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എന്താണ്, 62. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വേരിയൻസ്. സിഗ്മ സ്ക്വയർ, വേരിയൻസിന്റെ നൊട്ടേഷൻ എന്താണ്, സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ഫോർമുല, വെരി വെരി ഇമ്പോർട്ടന്റ്, സിഗ്മ എഫ് എക്സ് സ്ക്വയർ, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. മോസ്റ്റ് സിമ്പിൾ ഫോർമുല. ഒരുപാട് വ്യത്യസ്തമായ രീതിയിലേക്ക് അവതരിപ്പിക്കാറുണ്ട്. സിഗ്മ ഐ എഫ് ഐ എക്സ് ഐ സ്ക്വയർ അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്, സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ.
ഇത് ചെയ്യണമെങ്കിൽ n നമുക്കറിയാം, x ബാർ നമുക്കറിയാം, ഇനി എന്തറിയണം? fx സ്ക്വയറിന്റെ സം. ഇവിടെ fx-ന്റെ സം ആണ് അറിയാന്നുള്ളത്. അപ്പൊ എന്ത് കാണണം? fx സ്ക്വയർ, f ഇൻറ്റു എക്സ് സ്ക്വയർ കാണണം. വെരി സിമ്പിൾ. ഇത് fx, ഇതെന്താണ്? x. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? fx സ്ക്വയർ. അതായത് ഇത് ഇൻറ്റു ഇത്, അതായത് ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. സിമിലർലി ഇതും മൾട്ടിപ്ലൈ ഇവിടെ എഴുതുക, ഇതും മൾട്ടിപ്ലൈ എഴുതുക, മൾട്ടിപ്ലൈ ഇവിടെ എഴുതുക, മൾട്ടിപ്ലൈ എഴുതുക, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ എഴുതുക, മൾട്ടിപ്ലൈ ഇവിടെ എഴുതുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സിഗ്മ എഫ്എക്സ് സ്ക്വയർ. അത് കിട്ടിക്കഴിഞ്ഞാൽ വാല്യൂസ് ഇവിടെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാരിയൻസ് കിട്ടും. എക്സ് വാല്യൂ എഫ്എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ്എക്സ് സ്ക്വയറിന്റെ വാല്യൂസ്. ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു ദിസ് വൺ. സിമിലർലി ദിസ് വൺ ഇൻറ്റു ദിസ് വൺ ഈ കിട്ടും അല്ലെ? അതേപോലെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഇതുവരെ എഴുതുക. ദെൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് എന്താണ്? സിഗ്മ എഫ്എക്സ് സ്ക്വയർ. അതാണ് ഈ കിട്ടിയത്. ഇനി നമ്മുടെ വേരിയൻസിലേക്ക് വരിക. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ഫോർമുല എഴുതി കഴിഞ്ഞു. ഈക്വൽ ടു ന്യൂമറേറ്റർ സിഗ്മ എഫ്എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഫ്എക്സ് സ്ക്വയറിന്റെ വാല്യൂസിന്റെ സം ദിസ് വൺ. ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2,02,250 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N, ദാറ്റ് ഈസ് 50, മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഫസ്റ്റ് പാർട്ട് എക്സ് ബാർ എന്താണ്? 62, അതിന്റെ സ്ക്വയർ. കാൽക്കുലേറ്റർ എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, കിട്ടി ആൻസർ. വാരിയൻസ് ഈക്വൽ ടു 201. നെക്സ്റ്റ് തേർഡ് പാർട്ട്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? SD, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നൊട്ടേഷൻ എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ്. That is equal to root 201, root 201. കാൽക്കുലേറ്റർ കൊടുത്താൽ എന്ത് കിട്ടും? അതിന്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് ഫോർത്ത് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ് CV, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. എന്താണ് ഫോർമുല? സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ഈക്വൽ ടു സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് എന്താണ്? റൂട്ട് 201 ഡിവൈഡഡ് ബൈ എക്സ് ബാർ. ഓൾറെഡി കണ്ടു 62 ഇൻറ്റു എന്താണ്? 100. കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? CV കിട്ടും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ തന്നിട്ട് എന്താണ്? മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, CV കാണുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായി പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു പ്രോബ്ലം. കിട്ടും 6 മാർക്ക്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇതിപ്പോ ക്ലാസും ഫ്രീക്വൻസിയും തന്നു. ഈ ക്ലാസ് വരത്തില്ല. പകരം നിങ്ങൾക്ക് എന്ത് തന്നിരിക്കും? ഫ്രീക്വൻസിയും തന്നിരിക്കും, പിന്നെ എന്താണ്? എക്സ് വാല്യൂസും തന്നിരിക്കും. എഫും എക്സും തന്നിട്ട് വീണ്ടും മീൻ, വാരിയൻസ് ഈ പറഞ്ഞ സംഗതികൾ കാണുക എന്ന് പറഞ്ഞാൽ ഈ സെയിം പ്രോബ്ലം ഇല്ലേ? നമ്മളിവിടെ ക്ലാസ്സിനെ എക്സ് വാല്യൂസിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിന്റെ ആവശ്യമില്ല. എഫും എക്സും എന്നാൽ ബാക്കി ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? അങ്ങനെയും ചോദിക്കാറുണ്ട്. 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച പ്രോബ്ലം നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വേരിയൻസ് ഓഫ് ദ നമ്പേഴ്സ് 6, 7, 8, 9, 10. അതാണ് ഫസ്റ്റ് പാർട്ട്. ആദ്യം നമുക്കത് കാണാം. കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? വേരിയൻസ്. വേരിയൻസ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ സമ്മേഷൻ സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്രയാണ്? 1, 2, 3, 4, 5. നെക്സ്റ്റ് സിഗ്മ എക്സ് ആദ്യം കാണുക. സം ഓഫ് ദ ഒബ്സർവേഷൻസ് അല്ലെ? ഇവയുടെ സം 6, 7 ആഡ് ചെയ്താൽ 13, 13, 8 എന്ത് കിട്ടി? 21, 21, 9, 30, 30, 10, 40. ജസ്റ്റ് കൂട്ടി എഴുതുക. വെരി സിമ്പിൾ. നെക്സ്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ സം ആദ്യത്തെ 10, 6, അതിന്റെ സ്ക്വയർ 36 പ്ലസ് നെക്സ്റ്റ് എന്താണ്? 49, നെക്സ്റ്റ് എന്താണ്? 64 പ്ലസ് നെക്സ്റ്റ് എന്താണ്? 81 പ്ലസ് എന്ത് കിട്ടും? 100. ശരിയല്ലേ? ഇതിന്റെയൊക്കെ സ്ക്വയർ ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഈ വാല്യൂസ് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. എന്ത് കിട്ടി? 330. നെക്സ്റ്റ് സ്മോൾ n നമുക്കറിയാം. നെക്സ്റ്റ് എക്സ് ബാർ അത് കണ്ടെത്തണം. നിങ്ങൾക്കറിയാം സിമ്പിൾ ഫോർമുല. എക്സ് ബാർ ഈക്വൽ ടു എന്താണ്? സിഗ്മ എക്സ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. 40 ഡിവൈഡഡ് ബൈ എന്താണ്? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 8. നൗ വേരിയൻസ് കാണുന്ന ഫോർമുല ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇതാണ് വേരിയൻസ് കാണുന്ന ഫോർമുല. എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ. ആ വാല്യൂ എന്താണ്? 330 ഡിവൈഡഡ് ബൈ സ്മോൾ n ദാറ്റ് ഈസ് 5 മൈനസ് എക്സ് ബാർ മീനിന്റെ സ്ക്വയർ. മീൻ എന്താണ്? 8. 8ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 64 ഈക്വൽ ടു
അല്ലെ 330/5 സിംപ്ലിഫൈ ചെയ്യുക. എന്ത് കിട്ടും? 33 6 പ്രാവശ്യം അല്ലെ, പിന്നെ വീണ്ടും 66 -64 എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. സിമ്പിൾ. ഈ കിട്ടിയത് എന്താണ്? വേരിയൻസ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചെങ്കിലോ റൂട്ട് ഓഫ് വേരിയൻസ്, ദാറ്റ് ഈസ് √2. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ചോദിച്ചാലോ എങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. CV കാണുന്ന ഫോർമുല സിഗ്മ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ x ബാർ ഇൻറ്റു 100. സിംപ്ലിഫൈ ചെയ്താൽ കഴിഞ്ഞ പ്രോബ്ലം പോലെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നെക്സ്റ്റ് പ്രോബ്ലം അതേ വർഷം മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്ക്, ഇത് 4 മാർക്കിനാണ് ചോദിച്ചത്. ഒരിക്കൽ എന്താണ് ടേബിൾ തന്നിട്ടുണ്ട്, ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ആണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രോബ്ലം അല്ലേ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എക്സ് കാണുക, നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. റെപ്പറ്റീഷൻ ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. റൈറ്റ്. 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. നോക്കിക്കോളൂ. കൺസിഡർ ദ ടേബിൾ. ക്ലാസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ അബൌട്ട് ഡാറ്റാസ്. സാധാരണ ഫൈൻഡ് മീൻ വാരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ പാറ്റേണിലാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീഡിയനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സാധാരണ ചോദിക്കാറില്ല, പക്ഷേ 2019 മാർച്ചിൽ ചോദിച്ചു. സോ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ പ്രോബ്ലം. സോ ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കൂ, കിട്ടും 6 മാർക്ക്. ഓക്കെ, ഈസിയാണ്. നമുക്ക് എന്താണ് കാണേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. എന്താണ് ഫോർമുല? മീൻ ഡീവിയേഷൻ അബൌട്ട് എം എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ ക്യാപിറ്റൽ എൻ. നിങ്ങൾക്കറിയാം ഫോർമുല, അറിയണം. അപ്പോൾ ഇത് കാണണമെങ്കിൽ എന്തറിയണം? മീഡിയൻ അറിയണം. ക്ലാസ് ഇന്റർവെൽ തന്നിരുന്നാൽ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിരുന്നാൽ മീഡിയൻ കാണുന്ന ഫോർമുല L പ്ലസ് n/2 മൈനസ് E ബൈ F ഇൻറ്റു H. ഓരോ ടേം എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനുവേണ്ടി ആദ്യം ടേബിൾ, ഞാൻ ടേബിൾ കോളത്തിൽ എഴുതി, ക്ലാസ് എഴുതി, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എഴുതി. മീഡിയൻ കാണണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് കുമുലേറ്റീവ് ഫ്രീക്വൻസി CF. എന്താണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ഈ 6 അതുപോലെ 6 + 7 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 13. 13ഉം 15ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 28. 28ഉം 16ഉം അല്ലെ 44 എന്ന് കിട്ടും. 44ഉം 4ഉം 48. 48ഉം 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 50. ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്ത് ആദ്യം വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 50. ഈ കിട്ടിയതും ആ കിട്ടിയതും ഒന്നായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാം. തെറ്റൂല, ശരിയായിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? കുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഉടൻ തന്നെ ഇവിടെ ക്യാപിറ്റൽ N ആണ് നമ്മുടെ 50 എന്ന് പറഞ്ഞാൽ, അല്ലെ? ക്യാപിറ്റൽ N ആണ് എന്ത്? 50. Then what is n/2? 25. ഈ 25 ഉൾക്കൊള്ളുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. ഇത് 6 വരെ, ഇത് 13 വരെ, 28 വരെ. 13 ശേഷം എന്നാൽ 28 വരെ. ഈ 25 അടങ്ങുന്നത് ഇതിന് നേരെയുള്ള ഈ ഇന്റർവെലിനകത്താണ്. This interval is called median class. അപ്പൊ ഇവിടെ മീഡിയൻ ക്ലാസ് എന്താണ്? That is എന്താണ്? 20 to 30. എങ്ങനെയാണ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ n/2 കാൽക്കുലേറ്റ് ചെയ്യുക. 25 അല്ലെ? കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ആ 25 എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? ഈ 28നകത്താണ് ഈ 25 അടങ്ങിയിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവൽ, ദാറ്റ് ഈസ് മീഡിയൻ ക്ലാസ്. ഈ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്, അതിനെയാണ് ഈ സ്മോൾ എൽ എന്ന് പറയുന്നത്. സോ സ്മോൾ എൽ ഈക്വൽ ടു എന്ത് കിട്ടും? 20. ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഈ മീഡിയൻ ക്ലാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി, ദാറ്റ് ഈസ് കോൾഡ് എഫ്. എഫ് ഈക്വൽ ടു എന്ത് കിട്ടി? 15. F equal to 15. Then ഇനി ഒരാളുണ്ട്, എന്താണ്? C. What is C? C എന്ന് പറഞ്ഞാൽ cumulative frequency just preceding the median class. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മേലുള്ള cumulative frequency. This is called C. തെറ്റിക്കരുത്. So C equal to എന്താണ്? 13. Now H. What is H? Class width എന്താണ്? 0 to 10, 10 to 20. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് 10. ക്ലാസ് width 10. എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. പറഞ്ഞോ? L plus 20 plus n/2. ഓൾറെഡി നമ്മൾ പറഞ്ഞു n/2 25. 25 എഴുതാം. മൈനസ് C എന്താണ്? 13 ഡിവൈഡഡ് ബൈ F, that is 15 into H. കണ്ടോ? ബ്രാക്കറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മീഡിയൻ. 20 plus 25 minus 13 എന്ത് കിട്ടും? 12. 12 into 10 120. 120 by 15 ചെയ്ത് നോക്കുക. 8 എന്ന് കിട്ടും. That is equal to എന്ത് കിട്ടി? 28 എന്ന് കിട്ടി, which is median.
അതായത് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ നമുക്ക് എന്ത് കിട്ടി 28. ഇനി വീണ്ടും നമുക്ക് കാണേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. അതിനുവേണ്ടി എന്താണ് ഫോർമുല? സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ ക്യാപിറ്റൽ എൻ. എക്സ് വാല്യൂ കണ്ടെത്തണം. നിങ്ങൾക്കറിയാം മിഡ് വാല്യൂസ് അല്ലെ, ക്ലാസ് ഇന്റർവൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുക, then dividing by 2, 10/2 എന്ന് കിട്ടും 5. നെക്സ്റ്റ് 30/2 15, 10 കൂട്ടി കൂട്ടി പോയാൽ മതി 25, 35, 45, 55. ശരി തന്നെ നോക്കി നോക്ക്. 50, 60, 110, 110ന്റെ പകുതി 55 കിട്ടിക്കഴിഞ്ഞു. അടുത്ത് എന്താണ് കാണേണ്ടത്? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. നെക്സ്റ്റ് എന്താണ്? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. ഹിയർ എം എന്ന് പറഞ്ഞാൽ മീഡിയൻ, ദാറ്റ് ഈസ് 28. ഓരോ എക്സ് വാല്യൂസും എന്ത് ചെയ്യുക? ഈ മീഡിയനായിട്ട് സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. എക്സ് 5 മൈനസ് 28 എന്ത് കിട്ടും? -23. മോഡുലസ് ഉള്ളത് കൊണ്ട് +23 ആയിട്ട് എഴുതാം. 15 മൈനസ് 28 എന്ത് കിട്ടും? -13 +13 എന്ന് എഴുതുക. 25 മൈനസ് 28 എന്ത് കിട്ടും? -3 +3 എന്ന് എഴുതുക, കാരണം മോഡുലസ് ഉള്ളതുകൊണ്ടാണ്. 35 മൈനസ് 28 7. 45 മൈനസ് 28 എന്ത് കിട്ടും? 15 17 എന്ന് കിട്ടും. നെക്സ്റ്റ് 55 എന്ത് കിട്ടും? 27. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എന്ത് കാണാം? എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് എം. നെക്സ്റ്റ് ടാബുലർ കോളത്തിനകത്ത് എന്ത് എഴുതണം? എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് എം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മാറിപ്പോരുത്. ഫ്രീക്വൻസിയും ഈ മോഡ് എക്സ് മൈനസ് എം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇൻറ്റു 23 ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 138. 7 ഇൻറ്റു 13 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 91. 15 ഇൻറ്റു 3 45. 16 ഇൻറ്റു 7 112. 4 ഇൻറ്റു 17 68. 2 ഇൻറ്റു 27 54. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 508. നേരെ നമ്മുടെ ഫോർമുലയിലേക്ക് വരിക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് എം. ഈ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് എമ്മിന്റെ സം ദാറ്റ് ഈസ് 508 ഡിവൈഡഡ് ബൈ എന്താണ്? ക്യാപിറ്റൽ എൻ ദാറ്റ് ഈസ് 50. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10.16 എന്ന് കിട്ടും, വിച്ച് ഈസ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഈ സെയിം പ്രോബ്ലം മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും ചോദിക്കാം. എങ്കിൽ നമുക്ക് എന്താണ്? ഈ മീഡിയന് പകരം എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ സിമ്പിൾ ആണ്. മീൻ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ എന്താണ്? ക്യാപിറ്റൽ എൻ. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇതേ പ്രൊസീജിയർ ചെയ്ത് പഠിക്കൂ. 2020 മാർച്ച്, 2019 ഇംപ്രൂവ്മെന്റ്, 2019 മാർച്ച് ഈ 3 എക്സാമിനേഷൻസിന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ഈ ചാപ്റ്ററിലെ എല്ലാ പാറ്റേണും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈസി ആയിട്ട് നിങ്ങൾക്ക് 6 മാർക്സ് സ്കോർ ചെയ്യാം, യാതൊരു സംശയമില്ല. അപ്പൊ ഇതോടുകൂടി +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ മാത്തമാറ്റിക്കൽ റീസണിംഗ് പോയിട്ട് ബാക്കിയുള്ള 15 ചാപ്റ്ററിന്റെയും പ്രീവിയസ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും പ്ലേലിസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കും. ഒപ്പം ഓരോ ചാപ്റ്റർ +1 മാത്തമാറ്റിക്സിലെ ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന പേരിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ +1 മാത്തമാറ്റിക്സിലെ കംപ്ലീറ്റ് പോർഷൻസ് പ്ലേലിസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ ക്ലാസ്സുകൾ ഭംഗിയായി മനസ്സിലാക്കുക. എക്സാമിനേഷന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. A+ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഫുള്ള് നേടാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.